ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. ഒത്തിരി സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ നമ്മൾ സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ ടിപ്സ് മെയിനായിട്ട് സവോള യൂസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു 5 കിലോൻ്റെ സവോള നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ 5 കിലോ 1 കിലോ ഒക്കെ സവോള നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ളൊരു നൂലിൻ്റെ ഒരു കവറിനകത്ത് ബാഗ് പോലെയുള്ളതിനകത്താണ് നമുക്ക് സവോള കിട്ടാറ്. അപ്പോൾ ഇങ്ങനെ സവോള നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് പെട്ടെന്ന് സവോള ഒന്നും കേട് വന്നിട്ടുണ്ടാവില്ല. അതിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഹോളുള്ളത് കൊണ്ട് നമുക്ക് അത് കാറ്റോട്ടമൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് സവോള കേട് വരില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ മുകളിലുള്ള ഒരു കെട്ടുണ്ടല്ലോ അത് അഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ മിക്കവാറും അത് അഴിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കത്രിക യൂസ് ചെയ്ത് ആ ഒരു ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ സവോള അല്ലെങ്കിൽ ചെറിയുള്ളി വെളുത്തുള്ളി ഒക്കെ നമ്മൾ എടുക്കാറാണ് പതിവ്. നമുക്കത് പെട്ടെന്ന് തന്നെ ഇത് കട്ട് ചെയ്യാതെ നമുക്ക് അതിൻ്റെ ആ ഒരു കെട്ടഴിക്കാനായിട്ട് ആ ഇങ്ങനെ ഈ കെട്ടിൻ്റെ ബാലൻസ് ഭാഗം ഉണ്ടല്ലോ അതിന് നമ്മൾ നല്ല പോലെ തന്നെ ചുരുട്ടിയിട്ട് ഇങ്ങനെ തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കെട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അഴിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ കവറിൽ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ ആ ഒരു കെട്ട് നല്ല ടൈറ്റായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ആ ഒരു കെട്ടിൻ്റെ ആ ലാസ്റ്റ് ഭാഗം ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതിയിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ഒരു കവർ യൂസ് ചെയ്തിട്ട് നമുക്ക് റീയൂസ് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാട്ടോ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഇതുപോലെ കൂടുതലായിട്ടൊക്കെ സവോള വാങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ വലിയ വട്ടമുള്ള എന്തെങ്കിലും ഒരു പാത്രമോ അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും പാത്രങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഇതുപോലെ ഓരോ സവോളയും ഇതുപോലെ ആ ഒരു അതിൻ്റെ ആ ഒരു തണ്ടിൻ്റെ ഭാഗം ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ സവോള ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സവോള എത്ര നാൾ കഴിഞ്ഞാലും കേട് വരില്ല കേട്ടോ. അപ്പം എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുമ്പോഴാണ് അതിൽ ഏറ്റവും താഴെയുള്ള സവോളയൊക്കെ ചിലപ്പോൾ ചീഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ സവോളയും പെട്ടെന്ന് ചീഞ്ഞ് കേട് വന്നു പോകും. അപ്പോൾ എപ്പോഴും ഇതുപോലെ ഇങ്ങനെ വിടർത്തി അങ്ങ് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സവോള ആണെങ്കിലും ചെറിയുള്ളി ആണെന്നുണ്ടെങ്കിലും വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് കേട് വരില്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ സവോള എല്ലാം തന്നെ നമ്മൾ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ആ ഒരു കവറുണ്ടല്ലോ ആ കവർ കൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതുപോലെ അത് കറക്റ്റ് ലെവലാക്കി അതിൻ്റെ ആ താഴ്വശത്ത് നമ്മുടെ പാത്രം കഴുകാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്രബ്ബറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ കുറച്ച് പഴയതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഉപയോഗിച്ചതാണ്. അപ്പോൾ അതിന് നമ്മളിതിനകത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തേങ്ങയൊക്കെ ഉണ്ട്. തേങ്ങ പൊതിച്ചിട്ടൊക്കെയാണ് നമ്മൾ തേങ്ങ ഉപയോഗിക്കുന്നതെങ്കിൽ അതിലുള്ള ചകിരി ഉണ്ടല്ലോ ചകിരി എടുത്തിട്ട് അതിൻ്റെ പൊടി നല്ല പോലെ തന്നെ തട്ടിക്കുടഞ്ഞെടുത്തിട്ട് അത് വെച്ച് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ അറ്റത്തേക്ക് ആക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് തിരിച്ചു കൊടുത്തിട്ട് ആ കവർ ഒന്നുകൂടെ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ആക്കുക. ഇതുപോലെ ഒന്ന് തിരിക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കുക. അങ്ങനെ 2-3 വട്ടം നമ്മൾ ആക്കുമ്പോഴേക്കും ശരിക്കും നമ്മൾ പാത്രം കഴുകാനൊക്കെ വാങ്ങുന്ന ഒരു നോൺ സ്റ്റിക്ക് പാനൊക്കെ നമ്മൾ കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതുണ്ടല്ലോ ആ ഒരു സ്ക്രബ്ബർ പോലെ തന്നെ നമുക്കിത് കിട്ടും കേട്ടോ. കണ്ടില്ലേ ഇതുപോലെ നമുക്ക് അതുപോലെ ഇതിന് നല്ല അത്യാവശ്യം നല്ലൊരു ഇതുണ്ട് ഉള്ളത് കൊണ്ട് നമുക്ക് പാത്രം കഴുകാനൊക്കെ നല്ല പോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ പാത്രം കഴുകാൻ പറ്റും. പാത്രം കഴുകാൻ മാത്രമല്ല നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ സിങ്കോ വാഷ് ബേസിനോ ഒക്കെ കഴുകാനായിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇത് നമ്മൾ വെറുതെ കളയുന്ന ഒന്നാണ്. ഇത് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ കവറൊക്കെ ഇട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ നിങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണിലുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. പിന്നെ എന്ത് സ്ക്രബ്ബറാണ് എന്താണെന്നുണ്ടെങ്കിലും നമ്മളത് പാത്രമൊക്കെ കഴുകിക്കഴിഞ്ഞാൽ നല്ല പോലെ തന്നെ വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഇതുപോലെ ഇത് അടിയിൽ ചെറിയ ഹോളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു കോർണറിലാണെങ്കിൽ നമുക്കിത് വെക്കാൻ പറ്റും. അതിനകത്ത് നമ്മളിത് ഇങ്ങനെയുള്ള സ്ക്രബ്ബറൊക്കെ വെക്കുകയാണെങ്കിൽ അടിയിൽ വെള്ളം ഊറ്റി പോവും. അല്ലെങ്കിൽ നമ്മൾ അതിനുള്ള ഒരു യൂസ് ചെയ്യാത്ത വല്ല പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ചെറിയ ഹോളുകളാക്കിയിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക. അപ്പോൾ എപ്പോഴും ഈ ഒരു സ്ക്രബ്ബർ കേട് വരില്ല. അല്ലെങ്കിൽ ബാഡ് സ്മെല്ലും ബാക്ടീരിയ ഒക്കെ അതിനകത്ത് വരാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ അവിടെ ഒരു സവോള എടുത്തിട്ടുണ്ട്. സവോള എടുത്ത് അതിൻ്റെ തോല് കളയാണ് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും സവോളയൊക്കെ നമ്മൾ കറി വെക്കാനായിട്ടൊക്കെ നമ്മൾ സവോള എടുക്കുന്ന സമയത്ത് അത് കണ്ടില്ല അതിൻ്റെ മുകളിൽ ഇതുപോലെ ചെറിയ കറുപ്പ് കളറിലുള്ളൊരു പൊടി കാണും. അത് പൂപ്പല പോലെ ഉണ്ടാവും. അത് നന്നായി കഴുകുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പോളയും കൂടെ നമുക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം 1-2 പോള എടുത്ത് മാറ്റിയതിന് ശേഷം മാത്രം നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇത് നമ്മുടെ ഹെൽത്തിന് ഇത് അത്ര നല്ലതല്ല. ഈ ഒരു ബ്ലാക്ക് കളറുള്ള ആ ഒരു പൊടി നമ്മുടെ വയറ്റിനകത്ത് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന്. അപ്പോൾ നമ്മളെപ്പോഴും ഇത് ഉപയോഗിക്കുമ്പോൾ നന്നായി കഴുകുക.
പിന്നെ അല്ലെങ്കിൽ അതിൻ്റെ 1-2 സവോളൻ്റെ മേലത്തെ ഭാഗം എടുത്ത് കളഞ്ഞ ശേഷം മാത്രം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ അതിൻ്റെ മേൽഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്തെടുത്തത് നമ്മൾ കളയുന്നില്ല കേട്ടോ. ഇതുപോലെ എടുത്തതിന് നമ്മൾ ഇത്രയും എടുക്കണ്ട, നമ്മൾ തോലോടുകൂടി തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുകയും ചെയ്യാം. എടുത്തിട്ട് നമ്മൾ സിങ്ക് ഉണ്ടല്ലോ, സിങ്കിൻ്റെ സ്ലീവിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. മേലെ വെച്ച് കൊടുക്കണമെങ്കിൽ വെച്ച് കൊടുക്കാം. കുറച്ച് വലുതാണെന്നുണ്ടെങ്കിൽ മേലെ അങ്ങനെ കറക്റ്റായിട്ട് മൂടി നിൽക്കുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെ വെക്കാം. അല്ലെങ്കിൽ ആ സ്ലീവ് തുറന്നിട്ട് അതിന് അകത്തുള്ള ആ ഒരു ഇത് കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുക. ആ സ്ലീവ് കറക്റ്റായിട്ട് അടയുന്ന പോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ രാത്രി സമയത്ത് ഇതുപോലെ ചെയ്താൽ നമ്മുടെ സിങ്കിൻ്റെ അകത്ത് നിന്ന് വരുന്ന പാറ്റയുടെയും ഉറുമ്പിൻ്റെയും ഒക്കെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സവോളയുടെ മണം ഉള്ളതുകൊണ്ട് നമ്മളത് ശരിക്കും സിങ്കിൻ്റെ സ്ലീവ് കറക്റ്റായി അടഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിനകത്ത് നിന്നൊന്നും പാറ്റയൊന്നും കിച്ചണിലേക്ക് വരില്ല. ഇനി നമ്മൾ അതിൻ്റെ ആ ഒരു ഉൾഭാഗം ഉണ്ടല്ലോ, ഇതുപോലെ കുറച്ചൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. സൂക്ഷിച്ച് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ശരിക്കും ഒരു മൺചിറാഗ് പോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഈ ഒരു പീസൊക്കെ നമ്മൾ കളയണ്ട. നമ്മളത് കുക്കിങ്ങിനോ എന്തെങ്കിലുമൊക്കെ കറി താളിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു സവോള ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനത് ശരിക്കും ഒരു മൺചിറാഗിൻ്റെ രീതിയിൽ നമ്മളിതിനൊന്ന് അതിൻ്റെ ഉള്ളിലുള്ള പോളകളെല്ലാം തന്നെ പതുക്കെ നോക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എടുത്തിട്ട് ഇപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഇതുപോലെ നമുക്ക് അതിനകത്ത് കിട്ടി. പിന്നെ ഈ സവോള പീസ് നമ്മൾ കുക്കിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഒരു ഇടികല്ലിലേക്ക് ഇതുപോലെ കുറച്ച് ഗ്രാമ്പു ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് കുത്തിച്ചതച്ചെടുക്കുക കേട്ടോ. ജസ്റ്റ് നന്നായി കുത്തുമ്പോഴേക്കും തന്നെ അത് നന്നായി പൊടിഞ്ഞ് നിലത്തരതരപ്പായിട്ടുള്ള പൊടിയിൽ നമുക്ക് കിട്ടും. അത്രയും മതി. അതിനെ നമ്മളിതേ ഈ ഒരു സവോളയുടെ അതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് കർപ്പൂരം വേണം കേട്ടോ. കർപ്പൂരം നമുക്ക് ഒരെണ്ണം മതിയാവും. ഇതിപ്പോൾ വലിയ കർപ്പൂരം ആയത് കാരണം ഒരെണ്ണം, നല്ല ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 അല്ലെങ്കിൽ 3 എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഞരടി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ലപോലെ പൊടിഞ്ഞ് കിട്ടും. ഇനിയിപ്പോൾ ഞാനിതിവിടെ തുളസിയും അതുപോലെ തന്നെ ആര്യവേപ്പിലയും ഞാൻ എപ്പോഴും ഇല ഉണക്കി പൊടിച്ച് വെക്കാറുണ്ട്. അത് നമുക്ക് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഫേസ് പാക്ക് വെച്ചാൽ ഇതിൽ കസ്തൂരി മഞ്ഞളൊക്കെ മിക്സ് ആക്കിയിട്ട് നമുക്ക് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്കിൻ അലർജിയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അതിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായി ഈ ഒരു തുളസിയുടെയും അതുപോലെ തന്നെ വേപ്പിൻ്റെയും ആ പൊടിയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഞാൻ ഒരു ചെറിയൊരു കോട്ടൺ എടുത്തിട്ടുണ്ട്. അത് ശരിക്കും ഒന്ന് നിവർത്തി കൊടുത്തിട്ട് അതിനകത്ത് ഈ ഒരു പൊടി ഉണ്ടല്ലോ, ഈ ഒരു കർപ്പൂരത്തിൻ്റെയും അതുപോലെ നമുക്ക് ഈ ഗ്രാമ്പൂവിൻ്റെ പൊടിയും അതിൻ്റെ കൂടെ കുറച്ച് ഈ ഒരു കൂട്ടും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിതിനകത്തേക്ക് സവോള അതിൻ്റെ ഉള്ളിലേക്ക് ഇതൊരു തിരിൻ്റെ രൂപത്തിൽ വെച്ച് കൊടുത്തിട്ട് അതിന് ചുറ്റും ഈ ഒരു എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു പൊടിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ വേപ്പെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ വേപ്പെണ്ണ എടുക്കാം. അല്ലെങ്കിൽ വിളക്കെണ്ണ എടുക്കണമെങ്കിൽ എടുക്കാം. വേപ്പെണ്ണയാണ് ഏറ്റവും നല്ലത് കേട്ടോ. വേപ്പെണ്ണ ആണ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നിട്ട് നമ്മളിത് തിരി കത്തിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സന്ധ്യാസമയത്തും അതുപോലെ രാവിലെ സമയത്തും അത്യാവശ്യം നല്ല കൊതുക് ശല്യമുണ്ട്. അപ്പോൾ കൊതുക് വരാതിരിക്കാനായിട്ട് ഇതൊന്ന് കത്തിച്ച് വെച്ചാൽ മതി കേട്ടോ. വീട്ടിനകത്ത് തന്നെ നല്ലൊരു മണമായിരിക്കും ഗ്രാമ്പൂവിൻ്റെയും കർപ്പൂരത്തിൻ്റെയും അതുപോലെ ഈ ഒരു വേപ്പും തുളസിൻ്റെയും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള നല്ലൊരു മണമായിരിക്കും. ഇപ്പോൾ ചിലവർക്ക് അലർജി പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഈ ഒരു സ്മെല്ല് കിട്ടിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ വീട്ടിനകത്ത് നല്ല പോസിറ്റീവ് എനർജി കിട്ടാനും അതുപോലെ തന്നെ നല്ലൊരു റിഫ്രഷിങ് സ്മെല്ല് കിട്ടാനും ഒക്കെ നമുക്ക് നല്ലതാണ് കേട്ടോ. നാച്ചുറൽ ആയിട്ടുള്ള നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടുകയും ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ കൊതുക് ശല്യം, കുഞ്ഞി ഈച്ച ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ശല്യമൊക്കെ നമുക്ക് ഒഴിവാക്കാനൊക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പം നമുക്ക് അതുപോലെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സവോളയും അതിനകത്തുണ്ടല്ലോ, സവോളൻ്റെ മണവും എല്ലാം കൂടി നമുക്ക് കൊതുകിനെ തുരത്താനായിട്ട് നമുക്ക് ഹെൽപ്പാക്കും. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ മുട്ടയൊക്കെ കുക്ക് ചെയ്യാനായിട്ടൊക്കെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഓംലേറ്റ് ഇടാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ മുട്ട എടുക്കുമ്പോൾ 1-2 മുട്ടയൊക്കെ നമ്മൾ ഒരുമിച്ച് പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ 2 മുട്ട പൊട്ടിച്ചു, 3ാമത്തെ മുട്ട പൊട്ടിക്കുമ്പോഴായിരിക്കും ആ മുട്ട ചീഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ ഈ പൊട്ടിച്ച മുട്ടയിലേക്ക് അത് ഒഴിക്കുമ്പോൾ ഈ 3 മുട്ടയും നമുക്ക് കളയേണ്ട, പൊട്ടിച്ച മുട്ടയും കളയേണ്ട അവസ്ഥയാണ് നമുക്ക് വരിക. അപ്പോൾ എപ്പോഴും ഇതിപ്പോൾ ഞാനിത് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ട കലക്കാണ്ട്, അപ്പോൾ നമുക്കൊരു 5-6 മുട്ടയൊക്കെ അതിന് ആവശ്യം വരും ചട്ടിപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നമ്മൾ പൊട്ടിക്കുമ്പോൾ നോക്കി ശ്രദ്ധിച്ചു പൊട്ടിച്ചില്ലെങ്കിൽ നമ്മുടെ ഈ മുട്ട മുഴുവനായിട്ട് വേസ്റ്റായി പോകും. അപ്പോൾ എപ്പോഴും നമ്മൾ മുട്ട കേടുണ്ടോ എന്ന് അറിയാനായിട്ട് ഇതുപോലൊരു ഗ്ലാസ് വെള്ളത്തിലേക്ക് നമ്മളിങ്ങനെ മുട്ടനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മുട്ടയാണെന്നുണ്ടെങ്കിൽ അത് ഉള്ളിലേക്ക് നിൽക്കുകയും ചെയ്യും, ചീഞ്ഞ മുട്ടയാണെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ പാറി നിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ മുട്ടയൊക്കെ കുക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഓംലേറ്റ് ഇടാനായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ടിപ്സ് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക കേട്ടോ. നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത്. ഇനി ഇതേപോലെ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.